അപ്പൊ നമുക്ക് ആ ഒരു കൺസേൺ നമുക്കും ഉണ്ട്. സാറേ ഒസാമ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ? ഇപ്പം ഗൺസ് ഇവിടെ ആരൊക്കെ വിറ്റിട്ടുണ്ടോ അവരെ എല്ലാം ഞാൻ തൂക്കി നിങ്ങളുടെ കൈ കൊണ്ട് തരാം. சைடுல ஒரு பொண்ணோட நம்ம இருக்க வேண்டிய டைம்ல கேங் பின்னாடி சுத்திக்கிட்டு இருக்கோம். ഇതാ வாழ்க்கடா வாசு. കോച്ച് ഈ വാൾക്കയ്ക്ക് ഇതാ ഞാൻ இந்த മണ്ണിൽ വന്നിട്ട് എനിക്ക് പെണ്ണ് വേണ്ട, എനിക്ക് ഗ്യാങ് മതി കോച്ച്. അത് പോതും, അത്രേ ഉള്ളൂ. കോച്ചിനോട് ചോദിക്കുന്ന ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ 5 പെണ്ണുങ്ങളോടെ പോകും. കോച്ച് ഇപ്പൊ ചാർജ് ആയി ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ തറലെ വിളിച്ച് തള്ളക്കി വിളിക്കും കേട്ടോ. ഹലോ ആ മിസ്റ്റർ പരന്തോസ്. അതെ 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 പരന്തോസ്. ക്ലിയർ ക്ലിയർ. ഹലോ സാർ സ്വാമി ശർമ്മ. സാർ എന്താ വണ്ടിയുടെ എഞ്ചിൻ ജോബ്? സ്വാമി ശർമ്മ. ഓക്കെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ ഇരുന്ന് സംസാരിക്കാം. എങ്ങനെ ഇരിക്കുന്നു ഇയാളെ? ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അങ്ങനെ ആയാലും മതി. സാർ പറഞ്ഞോ. കേക്ക് ഇന്ന് ഇല്ല, വന്നിട്ടില്ല. ഓക്കെ, സോ എന്നെ കാണാൻ ചാൻസ് ഇല്ല. വാസു ഐ തിങ്ക് ഓപ്ഷന് മാത്രമായിരിക്കും നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെ അതെ അതെ, നമ്മൾ ഓപ്ഷനെ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഡീലിനൊന്നും കാര്യങ്ങൾക്കൊന്നും സംസാരിച്ചിട്ടില്ല. ഓക്കെ, സോ ബേസിക്കലി മൈ നെയിം ഇസ് ഗോസ്റ്റ് ആൻഡ് ഞാനും എൻ്റെ ടീംസും ആണ് നിങ്ങൾക്ക് ഗണ്ണും കാര്യങ്ങളും കൺസൈൻമെന്റ് ത്രൂ തരുന്നത്. ഓക്കെ 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 ഓക്കെ. ഞാൻ ഈ ഡീൽ കാര്യങ്ങളൊക്കെ ഞാൻ ആകെ കേജിനോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. നമ്മള് വേറൊരു വിങ് ആണ്. ഓക്കെ, സോ ബട്ട് നമ്മളങ്ങനെ പുറത്തോട്ട് എക്സ്പോസ്ഡ് അല്ല. അപ്പൊ ഇങ്ങനെ കുറച്ച് കിലുവ ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. സോ അതിന് ബെറ്റർ വാസുമായിട്ട് സംസാരിച്ചിട്ട് ചെയ്യുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അതെ, ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് മിസ്റ്റർ എക്സ് ആയിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അതായത് കേജിന് നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു നല്ല ഒരു ബിസിനസ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കാഷ്യൂനട്ടിൽ നിന്ന് വരുന്ന ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുക. അതിന് നല്ലൊരു കാഷ്യൂനട്ട് ഫാക്ടറി തുടങ്ങാൻ വേണ്ടി കേജിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ സമയത്താണ് പുള്ളി കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് പുള്ളിക്ക് കുറച്ച് നല്ല ടൈം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് അങ്ങനെ സമയം കൊടുത്ത് ഈ സമയം കൊടുത്ത സമയത്താണ് നമ്മൾ അറിയണത് കേജ് ബ്രേക്കപ്പ് ആയിരുന്നു. അപ്പോൾ റിക്കവർ ആവാൻ കുറച്ച് ഡിവോഴ്സ് ആയെന്ന് നമ്മൾ അറിഞ്ഞപ്പോഴാണ് കേജിന് റിക്കവർ ആവാൻ കുറച്ച് സമയം കൊടുക്കണമെന്ന് വിചാരിച്ച് കുറച്ച് സമയം അങ്ങനെ കൊടുത്ത് അങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ സമയം കൊടുത്ത് സമയം മൊത്തം പോയി. ഇപ്പൊ ഇതുവരെ നമുക്കതങ്ങനെ തുടങ്ങാൻ പറ്റിയില്ല. ബെറ്റർ അങ്ങനെയാണെങ്കിൽ കേക്ക് അടുത്തോ ഗോറിന്റെ അടുത്തോ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പം ഞങ്ങൾക്ക് ഇത്രയും നമ്മൾ ഇത്രയും വലിയൊരു ബിസിനസ് പ്രപ്പോസലായിട്ട് നമ്മൾ ഇവിടുത്തെ പല ആൾക്കാരെ പോയി കണ്ട സമയത്ത് പോലും ഞങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയത് മിസ്റ്റർ എക്സിൻ്റെ സൈഡിൽ നിന്നാണ്. സോ ആ റെസ്പെക്ട് ഞങ്ങൾക്ക് എന്നും ഉണ്ടാവും. സോ ഈ മിസ്റ്റർ എക്സിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ഈ ഒരു ഇത്രയും എന്താ പറയുക സീക്രസി കീപ്പ് ചെയ്യുന്ന ഒരു ഡീല് ഇങ്ങനെ വെളിയിൽ പോകുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. സോ ഞങ്ങൾക്ക് ആൾക്കാരെ പിടിച്ചു തരണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനു വേണ്ടി നിൽക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ യാതൊരു അറിയാലോ, മിസ്റ്റർ എക്സിന് തന്നെ അറിയാലോ, നമുക്ക് നമ്മുടെ കണ്ണ് മേടിക്കുന്നു, വിൽക്കുന്നു, പോകുന്നു, അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഞങ്ങളിപ്പോൾ ഞാനും കോച്ചും ഒക്കെ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് ഇതിൻ്റെ ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എല്ലാ ഫാമിലീസിനെയും അന്ന് സ്റ്റാർട്ട് ഓഫ് ദ കൺസൈൻമെന്റ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടാകുന്നുണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഈ പറഞ്ഞ പോലെ സിറ്റിസൺസ് ഇത് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദ ഫ്യൂച്ചർ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം വരിക. ലൈക്ക് ബിസിനസ് നിങ്ങൾക്ക് ഇല്ലീഗൽ ബിസിനസ് ഗൺ ഷോപ്പ് വന്നു കഴിയുമ്പോൾ സിറ്റിസൺ സൈഡ് കണ്ടു കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് സെയിൽസ് വരത്തില്ല. പിന്നെ സിറ്റിയിൽ ഓൾറെഡി ഗണ്ണ് ഫ്ലോ ആവുമ്പോൾ PD ആൻഡ് ഗവൺമെന്റ് വിൽ ബി നോട്ടീസിങ് ദാറ്റ്. ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? എങ്ങനെ മനസ്സിലായില്ല എനിക്ക്. അല്ല, ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇങ്ങോട്ട് വരെ മിനിമം? ഇല്ല. ഒരു വണ്ടിയുടെ വെച്ച് കിട്ടോ ചെക്ക് ചെയ്തേക്കണേ. ഓക്കെ. അപ്പോ ആ ഒരു ഇതുകൊണ്ടും ഈ PD ആൻഡ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നമ്മുടെ മിസ്റ്റർ എക്സിന്റെ ഇതിലോട്ട് കൂടുതലായിട്ട് വരും. അപ്പൊ നമ്മളത് ഒരു നോട്ട് മീൻസ് സ്പോട്ട്ലൈറ്റ് വരും മിസ്റ്റർ എക്സ്.
കറന്റ് നമ്മൾ ഈ പറയുന്ന പോലെ മിസ്റ്റർ എക്സിന്റെ സൈഡ് ലീഗൽ ടീമാണ്, ഫുൾ ഇതാണ്. ഞങ്ങളുടെ പേര് പുറത്തു വന്നാൽ പോലും പ്രശ്നമുള്ള കാര്യമല്ല, ബട്ട് മിസ്റ്റർ എക്സിന്റെ പേര് വരുന്നത് ഒരു പ്രശ്നമാണ്. മനസ്സിലായി. അപ്പൊ ശരിക്കും നിങ്ങളുടെ പേര് നിങ്ങളും മിസ്റ്റർ എക്സിന് വേണ്ടിട്ട് തന്നെ അല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, ഞങ്ങള് ഇപ്പോ മിസ്റ്റർ എക്സിന് ഒരുപാട് വിങ്സ് ഉണ്ട്. ലൈക്ക് സെയിൽസ് വിങ്, ഗാർഡ്സ് വിങ്, ഫിനാൻസ്, ലീഗൽ, അങ്ങനെ ഒരുപാട് വിങ്സ് ഉണ്ട്. അതൊക്കെ ലീഗൽ സൈഡ് വരുന്നത്. ഇല്ലീഗൽ സൈഡ് വരുന്നത് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഷാഡോസ് എന്ന് പറഞ്ഞ ടീം. അപ്പൊ അത് ലീഡ് ചെയ്യുന്നത് ഇപ്പൊ ഞാനും ഇവരൊക്കെയാണ്. ഇല്ല, മിസ്റ്റർ എക്സിന്റെ പേര് സിറ്റിസൺസിലേക്ക് എത്തുന്നത് നമുക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം ലൈക്ക് ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഗാങ്സിനെ കൊണ്ട് തന്നെ തൊല്ല തയ്ക്കാൻ വയ്യ. ഇനി ഇവരുടെയൊക്കെ കയ്യിലുകൂടി ഇപ്പൊ ഗൺസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ്, മനസ്സിലായ? അപ്പൊ നമുക്ക് ആ ഒരു കൺസേൺ നമുക്കും ഉണ്ട്. ഓൾറെഡി ഈ ഗൺസ് പോകുന്നത് സിറ്റിസൺസിലോട്ട് പോകുന്ന ഓരോ ഗാങ് തന്നെയാണ്. ഇതിപ്പോ നമുക്കറിയാൻ പറ്റുന്ന ഏതെങ്കിലും ഗാങ്സിന്റെ നെയിം അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്പേഴ്സിന്റെ ഏതെങ്കിലും ഗാങ്ങിലുള്ള മെമ്പേഴ്സിന്റെ നെയിം കിട്ടിയിട്ടുണ്ടോ ഇതിനകത്ത്? നമുക്ക് ഓൾറെഡി പണ്ട് കുറച്ച് നെയിംസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കറന്റ്ലി കുറച്ച് മെമ്പേഴ്സിന്റെ, ലൈക്ക് കിലോ പറഞ്ഞ പോലെ ഒസാമ ഇറ്റ്സ് ലൈക്ക് ഒരാളുടെ പേര്, ഒരു സിറ്റിസന്റെ പേരാണത്. ആ പുള്ളിയുടെ പേരിൽ ബാക്കിൽ അറൌണ്ട് കുറച്ച് അധികം മെമ്പേഴ്സ്, ലൈക്ക് അറൌണ്ട് 20-25 മെമ്പേഴ്സിനുള്ളതെന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഫാമിലീസ് ഉണ്ട്, ഫാമിലീസിലെ മെമ്പേഴ്സ് ഉണ്ട്, ക്ലബിലെ മെമ്പേഴ്സ് ഉണ്ട്, സിറ്റിസൺസ് ഉണ്ട്. ഇത്രയും ലിസ്റ്റ് നമുക്ക്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനിതില് കുറച്ച് നാളായിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത് കൊണ്ട് പറയുകയാണ്, വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ചെയ്തതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് തുടങ്ങേണ്ട സ്ഥലം അവിടെ ഞാനിപ്പോ എത്തി നിൽക്കുന്ന സ്ഥലവും അതുപോലെ ഈ റിസർച്ചിൽ ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ സ്ഥലമുണ്ട്. അപ്പം ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെന്ന് അറിയാഞ്ഞാലേ ഞങ്ങൾക്ക് അത് ഒന്ന് കൺഫർമേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഫാമിലീസിന്ന് മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി വാസുവിന്റെ അടുത്ത് തന്നെ സംസാരിക്കും, ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അൺലെസ് അണ്ടിൽ ഒസാമയുടെ വായിന്ന് വരുവാണെങ്കിൽ നമുക്കത് പറയാം. സാറേ, ഒസാമ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ? ഇപ്പം ഒസാമ ആസ് പെർ നമുക്ക് ഞങ്ങൾ ഓൾറെഡി പുള്ളിയുടെ വീട്ടിൽ പോയായിരുന്നു. ഞങ്ങളുടെ കുറച്ച് എന്റെ ടീംസിലുള്ള കുറച്ച് ആൾക്കാർ അവരുടെ വീട്ടിൽ പോയായിരുന്നു ഒരു മീറ്റിങ്ങിന്. കണ്ടായിരുന്നു, സംസാരിച്ചായിരുന്നു. പിന്നെ അതുപോലെ അവരുടെ ഗൺ ഡീലിങ്സ് മെമ്പേഴ്സ്, അന്ന് ആ മീറ്റിങ്ങിന് പോയ സമയത്ത് പുള്ളി ഒറ്റയ്ക്കാണ് പോയത്. ബട്ട് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേറെ സപ്പോർട്ടിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, ആൻഡ് നമ്മുടെ സൈഡിൽ നിന്നുള്ള സർവൈലൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് അവിടെ ആരൊക്കെയായിരുന്നു കറന്റ്ലി ആ വീട്ടിൽ ഉണ്ടായിരുന്നത്, ആരൊക്കെയാണ് അവരുടെ ബാക്കപ്പുകൾ, എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്. ഫാമിലി നെയിംസ് കിട്ടിയിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ 1-2 ഫാമിലി നെയിംസ് കിട്ടിയിട്ടുണ്ട്. മെയിൻലി ഈ പറഞ്ഞ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ശരിക്കും നമ്മളത് അന്വേഷിക്കാം. ഫാമിലി നെയിംസ് നമുക്ക് സംസാരിക്കാം. അത് വിളിച്ച് തന്നെ ഡയറക്ട്ലി സംസാരിക്കുന്നുണ്ടാവും നമ്മുടെ സൈഡിൽ നിന്ന്. ഓക്കെ. പിന്നെ നിങ്ങൾ അത് എടുത്തു കഴിയുമ്പോൾ പിന്നെ ഫാമിലി ഇഷ്യൂ ആയിട്ട് അത് പ്രശ്നമുണ്ടാവുന്നു. അത് ശരിയാണ്. ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫാമിലി ആയിപ്പോ. അതെ, അത് വേണ്ട, അത് ഒരു പ്രശ്നമാണ്. അപ്പൊ ബെറ്റർ ഫാമിലി ഇഷ്യൂസ്, അങ്ങനത്തെ ഇഷ്യൂസ് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യും. പിന്നെ വരുന്ന മെമ്പേഴ്സ്, ഈ പറഞ്ഞ പോലെ മെമ്പേഴ്സിന്റെ പേര്, അങ്ങനെ ഒരു പേര് കറന്റ്ലി കിട്ടിയിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ആസ് പെർ ഇത് ഷാഡോസിൽ തന്നെയാണ്. കുറച്ച് പേരുകൾ കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേരുകൾ തെളിയാനുണ്ട്. അതിന്റെ പ്രൂഫും കൂടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് നമുക്ക് കൺഫേം ചെയ്യണം. ചിലത് നമ്മൾ കൺഫേം ആണ്. ഈ പറഞ്ഞ കുറച്ച് ക്ലബുകൾ, 1-2 ക്ലബുകൾ ആൻഡ് സം 1 or 2 ഫാമിലീസ്. ഒരു കാര്യം ഇവിടെ പറയാം. സോ ഇന്ന് നമ്മള് ഒരു ഒസാമയായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. സോ ഞങ്ങള് ഒസാമയെ ഹാമൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒസാമയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച്. ആദ്യം കുറച്ച് റഫായിട്ട് ചോദിച്ചു, പക്ഷെ ഞാൻ ഒസാമയെ ഒന്നും ചെയ്യാനോ ഇങ്ങോട്ട് കൊണ്ടുവരാനോ നിന്നില്ല. ഞാൻ ഒസാമയെ വെറുതെ വിട്ടു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, സാർ, എനിക്ക് ഒസാമ ഒരു ബ്രില്യൻ്റ് ആക്ടറും കൂടെ. നമ്മുടെ മുമ്പിൽ മറ്റേ അഭിനയിച്ച് നിന്ന് കളയും. ഒസാമ ഭയങ്കര കൂളായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ള രീതിയിൽ അഭിനയിച്ച് നിന്ന് കളയും ഈ ഒസാമ.
അപ്പം നമ്മൾ ഒസാമയുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഒസാമയുടെ വായിൽ നിന്ന് ഒരു രീതിയിലും ഈ ഇത് വരില്ല. നമുക്ക് മിസ്റ്റർ എക്സ് എന്നുള്ളൊരു സിറ്റിസന്റെ അടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. സോ ഒസാമയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു പേര് വീഴുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏകദേശം 1.25 മണിക്കൂർ ഒസാമയുടെ അടുത്ത് സംസാരിച്ചു. ബട്ട് ഒസാമ ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്രില്യൻ്റ് ആക്ടറും കൂടാ. അപ്പോൾ ഒസാമ യാതൊരു വിധത്തിലും ഒസാമയുടെ സൈഡിൽ നിന്ന് നമുക്കൊന്നും വീണ് കിട്ടിയില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇഷ്യൂസ് ഒന്നും ഇല്ല, ഇനിയും കാണാം ഒസാമ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. സോ ഇപ്പോൾ ഒസാമ ശരിക്കും നമ്മുടെ പറമ്പിലെ കോഴിയാ. എപ്പോൾ വേണമെങ്കിലും വിളിപ്പിക്കാം, എപ്പോൾ വേണമെങ്കിലും പോയി കാണാം. അപ്പൊ ഓൾറെഡി നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കോച്ച് മീൻസ് കിലുവ ഓൾറെഡി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ അത് അങ്ങനെയാണെങ്കിൽ അത് ഫോർവേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അത് കഴിയുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാവുന്നതാണെങ്കിൽ. ഓക്കെ സാർ, ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോളെ. സോ ഈ ഒരു സാധനം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്താൽ ഇൻ റിട്ടേൺ നമുക്ക് എന്തായിരിക്കും ബെനിഫിറ്റ്? അത് ചോദിക്കാനാണ് വാസുവിൻ്റെ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കാനും കൂടിയാണ് നമ്മൾ ഈ മീറ്റിംഗ് വാസുമായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞത്. അന്ന് ഞാൻ കിലോടത്തിന് ചോദിച്ചു പറഞ്ഞു. സാർ ഞാൻ അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഞാൻ പറയണ കാര്യം സാർ കേക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം സാർ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞല്ലോ സാർ, ടി വിയുടെ കാര്യങ്ങൾ കുറച്ച് നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. എനിക്ക് ഈ ബേർഡൻ കുറച്ച് നല്ല രീതിയിൽ എന്നെ ഹിറ്റ് ചെയ്തിരുന്ന ഒരു സമയമുണ്ട്. സോ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എനിക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാനുമായിട്ട് ഇത്രയും ഹെൽത്തി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത ഒരു കൂട്ടം ഓഫ് ആൾക്കാരാണ് മിസ്റ്റർ എക്സ്. സോ ഇൻ കേസ് എനിക്കിതിനകത്തൊന്ന് റിട്ടേൺ ആയിട്ടൊന്നും വേണ്ട. ഈ സിറ്റിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അസറ്റ്സ് ആയിട്ടും അങ്ങനെ ഇതായിട്ടും ഒന്നും നമുക്ക് റിട്ടേൺ ആയിട്ടൊന്നും വേണ്ട. ഇൻ കേസ് ഈ ഒരു ഇഷ്യൂവിനകത്ത് എവിടെയെങ്കിലും നമ്മുടെ ഗ്യാങ്ങിൻ്റെ മെമ്പറിന് എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ഒരു വട്ടത്തേക്ക് ക്ഷമിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് വാസു തന്നെ അത് ഹാൻഡിൽ ചെയ്യണം. അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, അത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം, ഞാൻ പറയണത് ഇല്ലെന്നല്ല, ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം. കാരണം ഞാൻ നിങ്ങൾക്ക് തരുന്നത് റെസ്പെക്റ്റ് പോലെ തന്നെ എനിക്ക് എൻ്റെ ഗ്യാങ് മെമ്പേഴ്സിനോടും അതേപോലെ തന്നെ റെസ്പെക്റ്റ് ഉണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഒരു ഓവർ പ്രഷറായ ടൈമിൽ ഞാൻ ഇവിടുന്ന് കുറച്ച് വിട്ടു നിൽക്കുമായിരുന്നു. അതായത് കുറച്ച് കാര്യങ്ങൾ ആ ഒരു സമയത്ത് എൻ്റെ കൺട്രോളിൽ നിന്ന് പോയി ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റൂലല്ലോ. പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള ആ ഒരു ട്രസ്റ്റും കീപ്പ് ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. അപ്പം ഒറ്റ കാര്യം, അഥവാ അങ്ങനെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ സൈഡിൽ നിന്ന് ആരുടെയും സൈഡിൽ നിന്ന് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് എനിക്കൊരു ഈ വട്ടം ഒരു വാണിംഗ് ആയിട്ട് മാത്രം കിട്ടിയാൽ മതി. ബാക്കി ഗൺസ് ഇവിടെ ആരൊക്കെ വിറ്റിട്ടുണ്ടോ അവരെ എല്ലാം ഞാൻ തൂക്കി നിങ്ങളുടെ കൈകൊണ്ട് തരാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ അടുത്ത് വേറെ ഫാമിലി ഒന്നും ഇതുപോലെ എഫേർട്ട് ഇട്ടിട്ട് ലൈക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ലൈക്ക് KVA നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെ കുറച്ച് 1-2 ഫാമിലീസും ഇതേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളിപ്പോ ഇത്രയും ഇതില് ഇൻവോൾവ് ആയി ഈ ഒരു സംഭവം ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യാവുന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് ഗോയിങ് ടു ഇൻവോൾവ് ഉണ്ട്. മനസ്സിലായി സാർ, മനസ്സിലായി. സോ ഇനിയിപ്പോ ഈ ഒരു ഗണ്ണിന്റെയും ഈ ഒരു ഗൺസ് മാത്രമല്ല, ഇവിടെ ഗൺസും ബാക്കി പോർഷൻസും എല്ലാം വെളിയിൽ ഡീലാവുന്നുണ്ട്. സോ ഈ ഒരു ഡീലില് ആരൊക്കെ ഇൻവോൾവ് ആണോ, ആരൊക്കെ എന്താണോ എന്ന് എനിക്കും കോച്ചിനും ഒരു 1 വീക്ക് ടൈം വേണം. ഓക്കെ, എക്സാക്ട്ലി ഒരു 1 വീക്ക് അതൊന്നും എടുക്കത്തില്ല. എന്നാലും മാക്സിമം 1 വീക്കിനകത്ത് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെയും ഇതിനകത്തുള്ള ആൾക്കാരെയും എല്ലാം നമ്മൾ മിസ്റ്റർ എക്സിൻ്റെ അടുത്ത് എത്തിച്ചു തരും. ആൻഡ് ഇനി അങ്ങോട്ട് ഈ പറയുന്ന ഗൺസും കാര്യങ്ങളും ഒന്നും വെളിയിൽ ഒരു സിറ്റിസൺ ആയിട്ട് ഒരു ഗ്യാങ് പോലും ഇവിടെ ഡീൽ ചെയ്യാത്ത രീതിയിൽ ഞങ്ങളിത് അറേഞ്ച് ചെയ്ത് തരാം. ആൻഡ് മിസ്റ്റർ എക്സിൻ്റെ പേര് ഗ്യാങ്സ് അല്ലാതെ ഒരു സിറ്റിസന്റെ വായിൽ നിന്ന് ഇനി വരത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പ് തരാം. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ അത്രേ ഉള്ളൂ. അപ്പോ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതായിട്ട് ഇൻഫോം ചെയ്താൽ മതി. നമ്മൾ അല്ലെ, ഞങ്ങൾക്കറിയാത്ത എന്തെങ്കിലും ഒരു ഇൻഫോം വരാം. അതെ, ഇൻഫർമേഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദയവേത്. ഓക്കെ, ഫാമിലീസിന്റെ പേര് വേണ്ട. അപ്പാർട്ട് ഫ്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ഗ്യാങ് ലീഡർ എന്നുള്ള രീതിയിൽ എനിക്ക്
ചിലപ്പോൾ ഒരു പേഴ്സണൽ ലീഗോ എപ്പോഴെങ്കിലും അടിച്ചേക്കാം ഈ പേരുകൾ കേട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കട്ട് ഓഫ് ചെയ്യാം. എനിക്ക് ആ ഗ്യാങ്ങിൻ്റെ പേര് അറിയണ്ട, പക്ഷേ ഞങ്ങൾ വേറൊരു ഗ്യാങ്ങിൻ്റെ പേര് അറിഞ്ഞാൽ ഞാൻ അതെന്തായാലും വന്ന് ഇൻഫോം ചെയ്യും വിത്ത് പ്രൂഫ് നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ മാത്രം. നമുക്ക് സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരുടെ നെയിംസ് ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മള് ഐ തിങ്ക് കിലുവേനെ ഇൻഫോം ചെയ്യാം. ബെറ്റർ. ഓ ഓ ഓ ഓക്കെ 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 അതെന്തായാലും നമ്മൾ ചെയ്തോളാം. അപ്പൊ നിങ്ങൾക്ക് അവരെയും മോണിറ്റർ ചെയ്യാൻ ത്രൂ ദം യു ക്യാൻ ഗെറ്റ് ടു ദ അതർ പീപ്പിൾ. ചിലപ്പോൾ അത് ഫാമിലീസിലോട്ട് എത്താം. ഓക്കെ 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 1 സെക്കൻഡ് മിസ്റ്റർ എക്സ്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റേഡിയോ കണക്ട് ചെയ്യട്ടെ വിത്ത് പെർമിഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ എനിക്ക് റിഫ്രഷ്. ഹലോ ബ്രോ, ഗണ്ണ് കൊടുക്കാനുണ്ടോ? 40 ബ്ലാക്ക് ആണേ. 40 ബ്ലാക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ വരണം? നിങ്ങളെവിടെ ഉണ്ട്? നമ്മള് ചില്ലിയാടാണോ ഉള്ളത്? നമുക്ക് ഇങ്ങോട്ട് വരണം. എത്ര വേണം? എത്ര ഗണ്ണുണ്ടാവും? നിങ്ങൾക്ക് എത്ര വേണമെന്ന് പറ. ഒരു 10 എണ്ണം ഉണ്ടാവോ? ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഫാമിലി ആണോ സിറ്റിസൺ ആണോ? ഫാമിലി ആണോന്ന് ചോദിച്ചാൽ ഒരു മാഫിയ പോലെ. മാഫിയ പോലെ. ഓക്കെ 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 ഓക്കെ. മുതുക്കി വന്നാൽ മതി. മുതുക്കി വന്നിട്ട് റേഡിയോയിൽ കണക്ട് ആക്കിയാൽ മതി. ഓക്കെ 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 ഓക്കെ. ഓൾറെഡി ഗാങ്സ് എല്ലാം വാണിംഗ് കൊടുത്തിട്ട് സിറ്റിസൺസ് നമുക്ക് ഇവിടുത്തെ സിറ്റിയിൽ ആക്ച്വലി ഉണ്ടല്ലോ, സിറ്റിയിൽ ആക്ച്വലി കുറച്ച് ആൾക്കാർ ഇവിടെ ഗൺസ് വിൽക്കുന്നതിന്റെ ഈ പറയണത് ഇപ്പം എനിക്കൊരു ഇത് കിട്ടിയായിരുന്നു, ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു ഗണ്ണ് വിൽക്കുന്നുണ്ടെന്ന്. സോ നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയപ്പം 4 CR ബ്ലാക്കിനാണ് ഗണ്ണ് വിൽക്കുന്നത്. 4 CR ബ്ലാക്കിന് ഗണ്ണ് വയ്ക്കുന്നു. 10 ഗണ്ണ് ചോദിച്ചപ്പോൾ 10 ഗണ്ണ് അവൈലബിൾ ആണ് ഇവരുടെ കയ്യില്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് നോക്കി. ഇത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ കിലോയായിട്ട് ഷെയർ ചെയ്ത് പോവാം. എന്നിട്ട് ഒരു കൺക്ലൂഷൻ എത്തിയിട്ട് നമുക്ക് അത് അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് നിർത്താം. ഓക്കെ 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 ഓക്കെ. 1 സെക്കൻഡ്. വേറെ ആരോ വന്നിരിക്കാങ്ങളേ. മദാര മിസ്റ്റർ എക്സ് കോഡ് കോച്ച്. ഈ മുത്തു സഫയർ മുത്തു അറിയോ? അറിയാം. 5070 അറിയാവുന്ന ആളാണോ? അറിഞ്ഞ പുള്ളിതാ. ഇപ്പൊ കോൾ അടിച്ചാ പറയും. അവനാണ് ഗണ്ണ് വിൽക്കുന്നത്. അതോ കേട്ട് ഇപ്പൊ സംസാരിക്കവാ. സൈഫർ മുത്തു AR for cell connect radio W1. അവൻ സിറ്റിസൺ അല്ലേ? അവൻ സിറ്റിസൺ അല്ല, ഒരു മാഫിയ പോലെയാണ്. സൈഫർ മുത്തു കോൾ അടിക്കവാ. ഈ ഒരു ഡീലിന് മിസ്റ്റർ എക്സിന്റെ നമുക്കൊന്നും ചോദിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇൻവോൾവ്മെന്റ് പ്ലസ് നമുക്ക് മിസ്റ്റർ എക്സുമായിട്ടൊരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പും വേണം, എന്നാൽ ബാക്കിയുള്ളവർ ഇത് നിർത്തുകയും വേണം. പക്ഷേ ചന്ദ്രന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളിത് പ്രൂവ് ചെയ്യുന്നതേ ഉള്ളൂ. സോ നമുക്കിതിന് റിട്ടേൺ ബാക്ക് ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. നമുക്ക് റിട്ടേൺ ബാക്ക് ചോദിക്കാൻ പറ്റുന്നത് നമുക്കൊരു ചാൻസ് ആണ്, മനസ്സിലായോ? നമ്മളുമായിട്ട് അതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് ഇതിനകത്ത് പൈസയും ഗൺ ഷോപ്പും ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. അത് മണ്ടത്തരോ. ഹലോ കോൾ അടിക്കവാ. നമുക്ക് കോൾ അടിക്കാം. നമുക്ക് ഇറങ്ങിയിട്ട് സാർ. അപ്പം ഞങ്ങൾ മദാര സിറ്റിയിലുണ്ടോ? ഉണ്ടെന്ന് നമ്പർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോൾ ചെയ്യാൻ പറഞ്ഞിട്ട്. എന്തായിരുന്നു കൺസൈൻമെന്റ് ബുക്ക് പண்றதுக்கு நினைக்கிறேன். ഐ തിങ്ക് സാർ. ഞാൻ അതുപോലെ ഒരു കാര്യം കൂടെ അല്ലല്ല, അത് കഴിഞ്ഞിട്ട് ചോദിച്ചോളാം. നമുക്ക് ഗൺസിന്റെ സീരിയൽ നമ്പർ തന്നാൽ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഡേറ്റ ഉണ്ടോ? ഉറപ്പല്ലേ? ഓക്കെ ഓക്കെ. താങ്ക് യു സാർ. അപ്പൊ ഞാൻ ബാക്കി ഒരു നിമിഷം വാസു മനസ്സിലായി, എനിക്ക് പുരിയുത്. ഒരു നിമിഷം
4 നമ്പർ എന്റെ ഇருக்கு അത് കൊടുത്തിട്ട് ചുമ്മാ പറയാം ഓക്കെ ഒരു വേളை அதுல സീരിയൽ നമ്പർல நம்மளோட கன் இருந்தால் அது நான் அறிஞ்சுதான் கொடுத்தேன் சார் கரெக்டா പറയുறீங்களான்னு அப்படி சொல்லிடலாம் ஓகே എങ്ങനെ മനസ്സിലായില്ല இப்ப 4 நம்பர்ஸ் இருக்கு நம்மளுக்கு அறியாது அல்ல ஏது நம்பர் யாரு நம்மளோட கேங் தான் இல்ல வேற கேங் தான்ட்டு சோ அமாரு கண்டுபிடிச்சாலும் சார் நான் 3 நம்பர்ஸ் வந்துட்டு வெளியில இருந்து வந்தது இது வந்துட்டு ஜஸ்ட் டு ஃபைண்ட் அவுட் வெதர் யூ கேன் கிராஸ் செக் ஆர் நாட் அதுக்காக தான் நாங்க நம்பர் வேறதே கொடுத்துன்னு சொல்லிடலாம் ஓகே ஓகே வா அது கொடுக்கவா நம்பர் கொடுக்கவா வா கொடுங்க இது உனக்கு ஃபார்வர்ட் பண்ணு ഓക്കെ സാർ ഇതില്ല ഓക്കെ ആക്ച്വലി ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ കുറച്ച് സീരിയൽ നമ്പേഴ്സ് ഉണ്ടായിരുന്നു കോച്ച് ഒന്ന് പറയുമോ പുള്ളിയുടെ അടുത്ത് ഒന്ന് മേടിച്ചേരും അത് ആ, അന്ന് തന്നതല്ലേ? അതെ ഓക്കെ. ആ അത് ക്രോസ് ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അത് എപ്പോഴത്തേക്ക് അറിയാൻ ചെക്ക് പറ്റുമായിരിക്കും? ചെയ്തേക്കണേ. ലൈക്ക് ഗിവ് മീ ലൈക്ക് 1 or 2 days. 1 or 2 days. ഓക്കെ 1 or 2 days ആ ഇൻഫോ നമുക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് ഭയങ്കര വാല്യുബിൾ ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ മുന്നോട്ടുള്ള ഇതില് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഓക്കെ മനസ്സിലായി. ഓക്കെ സെറ്റ്. ഓക്കെ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ താങ്ക് യു സോ മച്ച് ടൈം. ഓക്കെ താങ്ക് യു. സീ യു. അത് ലൂസിയ ആണോ? അത് ലൂസിയ இது கேட்டு வரேன் அது കോച്ച് വാ ആണോ? அது நோவா வேண்டாம் கேட்டோட்ட இல்ல பாட்டியில மீட் பண்ண மாதிரி இருந்துச்சு அப்படின்னு சொல்லி